ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മാഷീസ് വ്ളോഗ്. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എങ്ങനെ നമുക്ക് കൂടുതൽ സമയം കിച്ചണിൽ ചിലവഴിക്കാതെ പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കിയെടുക്കാം എന്നതാണ്. വെറും 40 മിനിറ്റ് കൊണ്ടാണ് ഞാനിന്ന് അടിപൊളി നെയ്ച്ചോറും ബീഫ് കറിയും തയ്യാറാക്കിയത്. അതിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. എന്നെ സംബന്ധിച്ച് എത്ര പെട്ടെന്ന് ജോലി തീർത്ത് കിച്ചണിൽ നിന്ന് ഇറങ്ങാൻ പറ്റുമോ അത്രയും സന്തോഷമാണ്. ഒരുപാട് സമയം കിച്ചണിൽ കുക്കിങ്ങിന് വേണ്ടി ചിലവഴിക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് നല്ല ഫുഡ് ഉണ്ടാക്കണം, എന്നാൽ പെട്ടെന്ന് തീരുകയും വേണം. അതിനുള്ള ടിപ്പാണ് ഞാൻ കാണിക്കുന്നത്. കുക്കിംഗ് കഴിയുമ്പോഴേക്കും പാത്രങ്ങളും എല്ലാം കഴുകി കഴിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും മാക്സിമം ഷെയർ ചെയ്യുക. ഞാനിവിടെ 1 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. 5 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. 2 കഷ്ണം ഇഞ്ചി, 10 അല്ലി വെളുത്തുള്ളി, 9 പച്ചമുളക്, അര ക്യാരറ്റ് ഓപ്ഷണലാണ്. കുറച്ച് കാഷ്യൂനട്ടും റൈസിൻസും, 4 വറ്റൽമുളക്, അരമുറി നാരങ്ങ, 1 കഷ്ണം തേങ്ങ, മല്ലിയില, കറിവേപ്പില. 3 കപ്പ് ബസ്മതി അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് കുതിരാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ ആവശ്യത്തിന്, ഗീ ആവശ്യത്തിന്. ഇതിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള അളവുകൾ ഞാൻ എടുക്കുന്ന സമയത്ത് പറഞ്ഞു തരാം. 4 ഏലക്ക, 3 ചെറിയ കഷ്ണം പട്ട, കുറച്ച് പെരിഞ്ജീരകം, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല. ഇതെല്ലാം അരിഞ്ഞെടുക്കുന്നതിന് വേണ്ടി ഞാൻ 10 മിനിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ബീഫ് കഴുകുന്നതിനും സവാള എല്ലാം തൊലി കളഞ്ഞെടുക്കുന്നതിനും. നമ്മൾ ആദ്യം കുക്കർ സ്റ്റൗവിൽ വെച്ച് കുക്കർ ചൂടാകുന്ന സമയം കൊണ്ട് 2 സവാള അരിഞ്ഞെടുക്കണം. ചൂടായി നമ്മൾ അതിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഓയിൽ ചൂടാകുന്ന സമയം കൊണ്ട് നമുക്ക് വീണ്ടും 2 സവാള അരിഞ്ഞെടുക്കാവുന്നതാണ്. ഓയിൽ ചൂടായി കഴിയുമ്പോഴേക്കും അരിഞ്ഞ സവാള നമുക്ക് അതിലേക്കിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വാടുന്ന സമയം കൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുമൊക്കെ നമുക്ക് അരിഞ്ഞെടുക്കാം. എനിക്ക് അരിയുന്നത് എളുപ്പമായതുകൊണ്ട് ഞാൻ പൊടിയായിട്ട് അരിഞ്ഞ് തന്നെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് മിക്സിയുടെ ചെറിയ ജാറിൽ വെച്ചൊന്ന് ക്രഷ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വറ്റൽമുളക് ഇവ ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഇത് 1 വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് ചോറിൻ്റെ പരിപാടി ചെയ്യാം. കുക്കർ അടച്ച് ഇത് ഒരു ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ നമുക്ക് വെക്കാവുന്നതാണ്. എന്നിട്ട് വേറൊരു ബർണർ കത്തിച്ച് അതിലേക്ക് ചോറ് വയ്ക്കാനുള്ള പാൻ വെച്ച് കൊടുക്കാം. പാൻ ചൂടാകുന്ന സമയം കൊണ്ട് 1 സവാള നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കണം. ഗീ ചൂടാകുമ്പോഴേക്കും കാഷ്യൂനട്ടും റൈസിൻസും ഇട്ട് കൊടുക്കണം. കാഷ്യൂനട്ടും റൈസിൻസും ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ മാറരുത്, അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതൊരു ഗോൾഡൻ നിറം ആകുന്നത് വരെ വറുത്ത് എടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് 4 ഏലക്ക, 3 ചെറിയ കഷ്ണം പട്ട, കുറച്ച് പെരിഞ്ജീരകം ഇത് ഇട്ട് കൊടുക്കണം. ഇത് ചൂടാകുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ക്യാരറ്റും പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുക്കണം. നമ്മൾ പാൻ വെച്ച് അതിൽ ഓയിൽ ഒഴിച്ച് ചൂടാകുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ക്യാരറ്റും പച്ചമുളകും ഒക്കെ അരിഞ്ഞെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് ചേർക്കേണ്ടത്. ഇവിടെ ഞാൻ ചെറിയ 3 അല്ലി വെളുത്തുള്ളിയും ചെറിയ 1 കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. അത് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം. ചോറിന് നമ്മൾ അരിഞ്ഞിടരുത്, ഇത് നല്ലതുപോലെ പേസ്റ്റ് തന്നെ ചേർക്കണം. ആ പേസ്റ്റും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നമ്മൾ അപ്പോഴപ്പോൾ തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാവുന്നതാണ്. ഇത് ചൂടാകുന്ന സമയം കൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കണം ഇട്ടിരിക്കേണ്ടത്.
ഇത് വാടുന്ന സമയം കൊണ്ട് നമുക്ക് വേറെ പാത്രങ്ങൾ കഴുകാനുണ്ടെങ്കിൽ കഴുകാം. പിന്നെ നമുക്കിനി എന്തെങ്കിലും കട്ട് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യാം. എന്നിട്ട് കിച്ചൻ്റെ സ്ലാബിൻ്റെ പുറമൊക്കെ തുടച്ച് വൃത്തിയാക്കാം. അങ്ങനെ ഇത് അടുത്ത് തന്നെ നമ്മൾ നിൽക്കേണ്ട കാര്യമില്ല. ഇത് ഒരു 1/4 ഭാഗം വാടിയാൽ മതി. സവാള നല്ലതുപോലെ വാടണ്ട, എന്നാലേ ആ ചോറിന് ടേസ്റ്റ് ഉണ്ടാകൂ. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് 5 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. 1 കപ്പ് അരിക്ക് സാധാരണ നമ്മൾ 2 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. പക്ഷേ നെയ്ച്ചോറിന് 1.25 കപ്പ് വെള്ളം മതിയാകും. അതാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് നമ്മളത് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കുക്കറിൽ ഒരു വിസിൽ വന്നു കഴിഞ്ഞ് അതിൻ്റെ പ്രഷറെല്ലാം പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇളക്കിയിട്ട് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കുകയാണ്. 3 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്തത്. 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാലയും 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഞാൻ ഗരം മസാല ഉണ്ടാക്കിയത് കുരുമുളകെല്ലാം ചേർത്താണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇതിൽ കുരുമുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പുറത്തുനിന്ന് മേടിക്കുന്ന ഗരം മസാലയാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ ഗരം മസാല തയ്യാറാക്കുന്ന റെസിപ്പിയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കോളത്തിൽ കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കാണുക. അപ്പോൾ ഈ മസാലപ്പൊടികളെല്ലാം ചേർത്ത് ഇതൊന്ന് ഓയിൽ തെളിയുന്നത് വരെ നമുക്ക് വഴറ്റണം. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുക്കർ അടച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരണം. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ 2 വിസിലും കൂടെ വരണം. ഇത് നമുക്ക് അടച്ചു വെച്ചതിന് ശേഷം നമ്മുടെ നെയ്ച്ചോറിൻ്റെ വെള്ളം തിളച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. ആ കറക്റ്റ് സമയം അതിൻ്റെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ബസ്മതി റൈസ് 3 കപ്പാണ്. അത് ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ റൈസ് കുതിർത്ത് വെക്കും. എന്നിട്ട് ബീഫ് വൃത്തിയാക്കി എടുത്ത് പിന്നെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും തൊലി കളഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അതിന് ഞാൻ 10 മിനിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ കാണിച്ചത് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന്. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ലൈം ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതാണ് ആ നാരങ്ങ മുറിച്ച് വെച്ചിരുന്നത്. അതുകൂടി ചേർത്തിട്ട് നമുക്കിത് അടച്ചു വെച്ച് ഈ വെള്ളം വറ്റുന്നത് വരെ വേവിക്കണം. ഒരു ഹാഫ് വെന്ത് കഴിയുമ്പോഴേക്കും നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീയും കൂടി ചേർത്ത് കൊടുക്കണം. ആദ്യമേ ഗീ ചേർത്ത് കൊടുക്കരുത്. ഒരു ഹാഫ് പാകത്തിന് ആയതിന് ശേഷം ഈ ഒരു പാകമാകുമ്പോൾ വേണം ഗീ ചേർക്കേണ്ടത്. ഗീയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി അടച്ചു വെച്ച് ഈ വെള്ളം മൊത്തം വറ്റുന്നത് വരെ നമുക്ക് വേവിക്കണം. വെള്ളം വറ്റിയിട്ടുണ്ട്. ഒരു ശകലം കൂടി വറ്റാനുണ്ട്. അത് നമ്മൾ ആ പാകമാകുന്നത് വരെ അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഇപ്പോൾ കറക്റ്റ് പാകത്തിന് നമ്മളുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇതിന് മുകളിൽ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും റൈസിൻസും ഇട്ട് ഗാർണിഷ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ നെയ്ച്ചോറിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബീഫ് കറി എന്തായെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നമുക്ക് ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ഇതിലേക്ക് നമ്മുടെ തേങ്ങാക്കൊത്തും കറിവേപ്പിലയും വറുത്ത് കോരണം. ആദ്യം തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്ത് ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റണം. ഇതിലേക്ക് കറിവേപ്പില അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കണം. ഇത് വറുത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയി കഴിഞ്ഞിട്ടുണ്ടാകും. നമുക്കത് തുറന്ന് നോക്കാം. കണ്ടോ, ബീഫിൽ നിന്നും വെള്ളം ഇറങ്ങിയിട്ടുണ്ട്, നല്ല ഗ്രേവിയുണ്ട്. ഇത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കറിവേപ്പിലയും ആഡ് ചെയ്യാം. ഇത് ആഡ് ചെയ്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റ്
ഇത് നല്ലതുപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. ഇത് വറ്റി വരുമ്പോൾ കറിക്ക് പ്രത്യേക ടേസ്റ്റാണ്. അപ്പോഴേക്കും ഈ ഓയിലും തേങ്ങയുടെയും കറിവേപ്പിലയുടെയും മണമെല്ലാം ഈ കറിയിൽ നല്ലതുപോലെ പിടിച്ച് കിട്ടും. കണ്ടോ, കറി പാകത്തിന് വറ്റിയിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നെയ്ച്ചോറും ബീഫ് കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനോടൊപ്പം നമ്മുടെ ഡേറ്റ്സ് പിക്കിളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഡേറ്റ്സ് പിക്കിളിൻ്റെ റെസിപ്പിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കോളത്തിൽ കൊടുത്തേക്കാം. നിങ്ങളെല്ലാവരും അത് ക്ലിക്ക് ചെയ്ത് കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.